നമസ്കാരം. വിഭജികയുടെ ഭർത്താവ് നിതീഷിന്റെ പുതിയ ചിത്രങ്ങൾ നൽകുന്നത് ഇയാളുടെ സ്വഭാവ വൈകല്യത്തിന്റെ സൂചനകൾ. ഷാർജയിൽ മരിച്ച വിഭജികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ നിതീഷും കുടുംബവും തടയാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. നാട്ടിലെത്തിച്ച് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ അത് കുടുക്കായി മാറും. എന്നാൽ ഇതെല്ലാം അതിജീവിച്ച് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതിനിടെ നിതീഷിനും കുടുംബത്തിനുമെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ഇവരെ പ്രതിയാക്കി കുണ്ടറ പോലീസ് കേസെടുത്തു. ഈ സാഹചര്യത്തിൽ പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കവും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ആത്മഹത്യക്കുറിപ്പ് തന്നെ കേസെടുക്കാൻ മതിയായ തെളിവാണ്. ഇപ്പോഴിതാ നിതീഷിൻ്റെതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പലതും ലേഡീസ് ഇന്നർവെയർ ധരിച്ച് വൈകൃതപരമായി തോന്നുന്ന ചിത്രങ്ങളാണ്. വിഭജികയുടെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന രീതിയിലാണ് ചിത്രം പ്രചരിക്കുന്നത്. വിയറിംഗ് ലേഡീസ് ഇന്നർവെയർ എന്ന പേരിൽ നിതീഷിന്റെ ചിത്രം പ്രചരിക്കുന്നുണ്ട്. അതേസമയം തന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് നിതീഷ്, സഹോദരി നീതു, പിതാവ് മോഹനൻ എന്നിവരാണെന്ന് വിഭജിക കുറിപ്പിൽ ആരോപിച്ചിട്ടുണ്ട്. വിവാഹം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞു, കാറ് നൽകിയില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി കുറിപ്പിൽ പറയുന്നു. ഗർഭിണിയായിരുന്നപ്പോൾ പോലും പീഡനമേൽക്കേണ്ടി വന്നു. കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കുകയും മർദ്ദിക്കുകയും മുടി മുറിക്കുകയും ചെയ്തു. നിതീഷും നീതുവും ചേർന്ന് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനെ തുടർന്ന് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിൻ്റെ ചോറൂണ് ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല. എന്നെങ്കിലും നിതീഷ് തന്നെയും കുഞ്ഞിനെ സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ ജീവിച്ചതെന്നും വിഭജിക കുറിപ്പിൽ പറയുന്നു. ഭർത്താവ് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ്. കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്നാവശ്യപ്പെടും. തനിക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങളും വാങ്ങിത്തരില്ല. തന്നെ പുറത്തു കൊണ്ടുപോകില്ലെന്നും വിഭജിക കത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് കൊല്ലം കൊട്ടാരക്കര ചന്ദനത്തോപ്പ് സ്വദേശിയായ വിഭജിക മണിയനെയും മകൾ വൈഭവിയെയും ഷാർജയിലെ അൽ നഹദയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തൊട്ടിൽ കയറിന്റെ രണ്ടറ്റത്തുമായി ജീവനൊടുക്കിയ നിലയിലായിരുന്നു അമ്മയും മകളും. ദുബായിലെ സ്വകാര്യ കമ്പനിയിലെ HR വിഭാഗത്തിലായിരുന്നു വിഭജിക ജോലി ചെയ്തിരുന്നത്. സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്നു നിതീഷ്. 2020 നവംബറിലായിരുന്നു വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച് നടത്തിയ വിവാഹം. അതിനിടെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അമ്മ ശൈലജയും രംഗത്ത് വന്നു. ഭർത്താവ് നിതീഷ് മാത്രമല്ല, ഇയാളുടെ സഹോദരിയും പിതാവും വിഭജികയെ ദ്രോഹിച്ചുവെന്നും അമ്മ ശൈലജ പറഞ്ഞു. നിതീഷിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും അത് ക്ഷമിക്കാൻ മകൾ തയ്യാറായിരുന്നതായും അമ്മ വെളിപ്പെടുത്തി. ഭർത്തൃ സഹോദരി കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് വീട്ടിലെ ജോലിക്കാരിയെ പറഞ്ഞുവിട്ട് വീട്ടിലെ ജോലികളെല്ലാം മകളെ കൊണ്ട് ചെയ്യിച്ചുവെന്നും അമ്മ ആരോപിച്ചു. മകൾ സന്തോഷമായി ജീവിക്കുന്നത് ഭർത്തൃ സഹോദരിക്ക് ഇഷ്ടമില്ലായിരുന്നുവെന്നും മകളെ വിരൂപയാക്കിയതിന് പിന്നിൽ ഭർത്തൃ സഹോദരിയാണെന്നും അവർ പറഞ്ഞു. ഭർത്താവിൻ്റെ അവിഹിത ബന്ധം വിഭജിക കണ്ടുപിടിച്ചിരുന്നെന്നും എന്നാൽ അത് ക്ഷമിക്കാൻ മകൾ തയ്യാറായിരുന്നുവെന്നും അമ്മ കൂട്ടിച്ചേർത്തു. പെട്ടെന്നൊരു ദിവസമാണ് മകളെ വേണ്ടെന്ന് നിതീഷ് പറഞ്ഞത്. തുടർന്ന് ഭർത്താവിൻ്റെ ഫോണിൽ മകൾ നടത്തിയ പരിശോധനയിലാണ് നിതീഷിൻ്റെ മറ്റു ബന്ധങ്ങൾ കണ്ടുപിടിച്ചത്. അത് സഹിക്കാൻ തയ്യാറായെന്നും ഭർത്താവ് മകളുമാണ് തൻ്റെ ലോകമെന്നും വിഭജിക നിതീഷിനോട് പറഞ്ഞിരുന്നു. ശമ്പളം സ്വരുക്കൂട്ടി വെച്ച് സ്വന്തമായൊരു വീട് വാങ്ങി ഭർത്താവിനും മകൾക്കുമൊപ്പം സന്തോഷമായി ജീവിക്കണമെന്നതായിരുന്നു വിഭജികയുടെ ആഗ്രഹമെന്നും അമ്മ പറഞ്ഞു. ഭർത്തൃപിതാവ് മദ്യപാനിയായിരുന്നെന്നും അവർ പറഞ്ഞു. ഭർത്തൃപിതാവ് ഒരിക്കൽ മോശമായി പെരുമാറിയിരുന്നു. മകൾ വൈഭവിയെയും നിതീഷ് നോക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു പീഡനവും തന്നോട് മകൾ തുറന്നു പറഞ്ഞിരുന്നില്ല. പീഡനം അറിഞ്ഞിരുന്നെങ്കിൽ മകളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേനെ. മകളുടെയും ചെറുമകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് ആഗ്രഹമെന്നും വിഭജികയുടെ അമ്മ പറഞ്ഞു. വിഭജികയുടെ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കുണ്ടറ പോലീസാണ് കേസെടുത്തത്. ആത്മഹത്യ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വിഭജികയ്ക്കെതിരെ പീഡനം തുടങ്ങുന്നത് കേരളത്തിൽ വെച്ചാണെന്നതിനാൽ പോലീസിന് ഇവിടെ കേസെടുക്കാൻ കഴിയും. ഭർത്താവ് നിതീഷ് 1-ാം പ്രതിയും സഹോദരി നീതു 2-ാം പ്രതിയുമാകും. വിഭജികയുടെ അമ്മയായ ശൈലജ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്.